കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. 2 ദിവസം കല്യാണം, പിന്നെ അതിന്റെ വിരുന്ന്, പിന്നെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി, അമ്മായിയുടെ വീട്ടിൽ പോയി, മൊത്തം ഒരു ടൂറായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ളവരെക്കാട്ട് മറന്നു കുറച്ചു ദിവസം അല്ലേ? എന്റെ പുണ്യേട്ട എന്നും സദ്യ കിട്ടിയ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ തോന്നോ? എന്നും സദ്യ ഉണ്ടായോ? അപ്പൊ പായസം ഉണ്ടാ? എന്നും. എന്തൊക്കെ ഉണ്ടായി? ഒന്ന് പോയ പുണ്യേട്ടാ. ആ പുണ്യേട്ടന് ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ മാറിയോ? കഴുത്തിന് ഇവിടെ കുറച്ചുകൂടി ഉണ്ട്. ആണോ? പേടി പോയോ? പിന്നെ വേറെ എന്തെങ്കിലും എന്നോട് പറയണ്ട. ഒരു വിശേഷം പറയാനില്ലേ? എന്താ? ഒരു വിശേഷം ഇല്ല. ഒരു വിശേഷം ഉണ്ട്. പറയ്. ഇവിടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. അമ്പിളിയില്ലേ, അമ്പിളി ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ആരാന്നറിയോ? മജീക്കട മോള്. ഞാൻ അറിഞ്ഞു. അറിഞ്ഞ? പാലക്കാടൊക്കെ വിവരം അറിഞ്ഞ? പിന്നെ ഇങ്ങനത്തെ വാർത്തയൊക്കെ പാലക്കാട് എന്നല്ല അമേരിക്കയിലാണെങ്കിലും വിളിച്ചു പറയും. അമേരിക്കയിലും അറിഞ്ഞോ? അപ്പൊ അമ്പിളിയുടെ പേര് ചീത്തയായില്ലേ? ആ ഇറക്കിക്കൊണ്ടെന്നല്ലേ കല്യാണല്ലോ. പുണ്യേട്ടാ, എന്നിട്ട് ആ പെണ്ണെവിടെ? പെണ്ണകത്തുണ്ട്. അകത്തുണ്ടോ? ഞാൻ പോയി കാണട്ടെ. വേണ്ടട്ടാ, അമ്പിളിക്ക് ഇഷ്ടാവില്ല. എന്താ? അമ്പിളിയോട് ചോദിച്ചിട്ടൊക്കെ കണ്ടാ മതി, അവന്റെ പെണ്ണല്ലേ. പുണ്യേട്ടൻ എന്താ എവിടെയെന്ന് പറഞ്ഞാ ഞാൻ പോയി കണ്ടോളാം. റൂമിലേ എപ്പോഴും അടച്ചിരിക്കുക രണ്ടാളും. എന്താ? റൂമിന്റെ അകത്താ. പുറത്തിറങ്ങി അമ്മ ചീത്തറിയും. എന്തിനാ അമ്മ ചീത്ത പറയണേ? അമ്മയ്ക്ക് ഇഷ്ടായില്ല, അമ്മ ആട്ടാണ്. ദേഷ്യ? എന്താ പെണ്ണ് അത്ര കൊള്ളില്ലേ? പെണ്ണ് സുന്ദരിയാ. എന്നാ പുണ്യേട്ടന്നാ വിളിക്കണേ. ഒരു ദിവസേ ഇവിടെ ഞാൻ ജോലി ചെയ്യുമ്പോ എന്നെ ഒന്ന് സഹായിച്ചു. പശുവിന് വെള്ളം കൊടുത്തിണ്ടാവും. പിന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആയല്ലോ. അല്ല പിന്നെ അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെടാത്തെ? അതെ, വിളിച്ചിറക്കി കൊണ്ടല്ലേ അതാ. ഇത്രയും നാളൊരു പെണ്ണ് വരുന്നില്ലാന്നായിരുന്നു. ഒരാളൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നപ്പോ അമ്മ ഈ ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ? പറയുമ്പോലെ എന്താലേ. അമ്മ ഈ പൂജയും വഴിപാടൊക്കെ ചെയ്യണ ഒരു പെണ്ണ് വരാനാ. അപ്പൊ പെണ്ണ് വന്നപ്പോ അമ്മക്ക് ഭ്രാന്തായി. എന്തായാലും ഞാനൊന്ന് പോയി കാണട്ടെ. അപ്പുണ്ണിയുടെ മക്കളെവിടെ? നന്ദിനിയുടെ മണിയല്ലേ പറമ്പിലുണ്ട്. എന്തോ പറമ്പില്? അതെ, പച്ചപ്പുല്ല് വേണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നന്ദിനി. 2 ദിവസം ഞാൻ ഇവിടുന്ന് മാറിയപ്പോഴേക്കും അവര് വർത്താനം പറഞ്ഞു തുടങ്ങിയ. പിന്നെ രമണി ചോദിച്ചല്ലോ, എന്ത് കുമാരി എവിടെയാ പോയേന്ന്. പിടിച്ചേ, പാലെടുത്ത് നോക്കിട്ടാ. സുന്ദരിയാട്ടാ അവള്. നീ തോറ്റി. അപ്പൊ സൗണ്ട് കേട്ടിട്ടാ? അതൊന്നുമല്ല, കളിക്ക്. ഒരു വയറിറക്കണ സ്വരമാണ്. എനിക്കാ? ഇനി മതി ഷായിന, ഇനി നീ ഒറ്റക്ക് കളിച്ചോ. പുറത്തോട്ട് പോയിട്ട് വരട്ടെ. കുറച്ചു നേരം കൂടി. നീയേ ഈ വിരല് എവിടെ? ഈ വിരല് നീ, ഈ വിരല് ഞാൻ. നീ തന്നെ കളിച്ചോ. എന്നിട്ട് ആരാന്ന് വെച്ചാൽ ജയിക്കുമ്പോ നീ പറഞ്ഞാ മതി. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കളിക്കാനോ? അമ്മ മിണ്ടുമായിരുന്നെങ്കിൽ അമ്മയുടെ അടുത്ത് പോയിരിക്കായിരുന്നു. അമ്മ മിണ്ടാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. നീ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുക, എന്തെങ്കിലും കാണുകയും ചെയ്യും. ഞാൻ പോയിട്ട് വരട്ടെ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എനിക്ക്. എന്ത് ഉത്തരവാദിത്തം? നിനക്ക് ഉച്ചയാകുമ്പോ പൊറോട്ടയും ബീഫും വേണ്ടേ? അത് മേടിക്കണമെങ്കിൽ പോയ എന്തേലും പണിയെടുക്കണം. ഇവിടെ ലുഡോ കളിച്ചോണ്ടിരുന്ന പൈസയൊന്നും കേറൂല അതില്. ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യേക്കാ. നീ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കുക. എല്ലാം ക്ലിയർ ആവുമ്പോ ഈ വീട് നീ ഭരിച്ചോ, പിന്നെ നിനക്ക് ഇരിക്കാൻ നേരം ഉണ്ടാവൂല. അയ്യോ, ഒന്നും വേണ്ട. കൊട്ടിലപ്പാട്ട് റാണിയായിട്ടങ്ങോട്ട് വാഴ നിനക്ക്. ഇതാരും കുമാരിയാ. നീ ഇതെന്ത് കല്യാണത്തിനൊക്കെ പോയത്? കുറെ ദിവസമല്ലേ കണ്ടിട്ട്. അതാ ഇപ്പൊ അപ്പുണ്ണിയേട്ടനും ചോദിച്ചേ. അല്ല, ഞാൻ ഇവിടെ നിന്ന് മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്നത്? ഒന്നും പറയണ്ട, ഇവള് എന്നെ വിളിച്ചോണ്ട് പോയി. ഇങ്ങട് വാ, ഇതാണ് കുമാരി. മണവാട്ടിക്ക് എന്നെ അറിയാമോ? പിന്നെ കുമാരി ചേച്ചില്ലേ? അപ്പുണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കല്യാണം ഉറപ്പിച്ചിരിക്കുക, ജോലി ഉടനെ കിട്ടും, ഇവിടെ എല്ലാരെയും സഹായിക്കാൻ വരാറുണ്ടെന്നൊക്കെ. അപ്പൊ എല്ലാം അറിയാം. ആളിങ്ങനെ പൊട്ടക്കന്നാസ് പോലെ ഇരിക്കണം ഓർക്കണ്ട, ഒന്നൊരാളുടെ ബുദ്ധിയാണ്. അങ്ങനെയൊന്നും പറയണ്ട. എന്റെ പേരെന്താണ്? ഷാഹിന. നല്ല പേരാണല്ലേ. എന്നാൽ ഈ അമ്പിളിയേട്ടന്റെ കൂടെ എങ്ങനെ ഇറങ്ങി വന്നെന്നാണ് ഞാൻ ആലോചിക്കണത്.
ഒന്നും പറയണ്ട കുമാരി, ഞാൻ എട്ടും പൊട്ടും തിരിയാത്തൊരു ചെറുപ്പക്കാരൻ. ഇവളുടെ വീട്ടിലൊരു കണക്ഷൻ കൊടുക്കാൻ പോയതാണ് കേബിളിന്റെ. എപ്പോഴും TV ചീത്താക്കി ഇടും, എന്നിട്ട് ഇവള് എന്നെ വിളിക്കും നന്നാക്കാൻ. അങ്ങനെ പോയി ഈ കണക്ഷൻ എനിക്ക് അങ്ങോട്ട് കിട്ടി. അയ്യോ, അങ്ങനൊന്നുമല്ല. ഈ അമ്പിളിക്കയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റിന്റെ അവിടെ വന്നിട്ട് എപ്പോഴും കേബിൾ ഊരിടുന്നേ. എന്തെന്നാ വിളിക്കണ? അമ്പിളിക്ക. എന്നാലും എന്ത് വിശ്വസിച്ചിറങ്ങി പോന്നാണ്? പഠിത്തം കഴിഞ്ഞാ? പഠിത്തമൊന്നും കഴിഞ്ഞില്ല. അപ്പൊ പഠിക്കാതിരിക്കാൻ ഇറങ്ങിപ്പോന്നാണെന്ന് തോന്നണ്. അറിയാൻ പാടില്ല. പിന്നെ ഈ പരിസരത്ത് ഇത്ര യോഗ്യനായ ഒരുത്തം വേറെ ഇല്ലല്ലോ. ഇല്ലല്ല. അമ്പിളിയേട്ടൻ എന്ത് ധൈര്യത്തിലാണ് ഈ പരിപാടി കാണിച്ചത്? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ, ഞാൻ വിളിച്ചോണ്ട് വന്നതല്ല, അവൾ എന്നെ വിളിച്ചോണ്ട് ഓടിയതാണ്. ആരാണ്ട് പെണ്ണ് കാണാൻ മനുന്നാറ്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ ഒരു പർദ്ദയും വലിച്ചു കയറ്റിയിട്ട് ഓടി വന്ന് ഇവിടെ കട്ടിലേലിരിക്കുകയാണ്. അങ്ങനെ ആരാണ്ടൊന്നും അല്ല. ബാപ്പ എനിക്ക് കല്യാണം ഉറപ്പിച്ചു. ഈക്കൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തോണ്ട് ഞാൻ വന്നു. എനിക്കറിയാൻ പാടില്ല, ഏത് നേരത്തും വിശക്കണെന്ന് പറയുന്നുണ്ട്. നിന്റെ പരിചയത്തിൽ പൊറോട്ട അടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാ ഇവിടെ? എന്തിനാ? ഇവക്ക് എപ്പോഴും ബീഫും പൊറോട്ടയും വേണമെന്ന്. ഒരാളടിക്കാൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഓടണ്ടല്ല. ഈ സമയത്ത് നല്ല കോമഡി. അമ്മ മിണ്ടിയ ജാൻസി റാണിയാണ്. അയ്യോ, അല്ല സ്നേഹമുണ്ട്, പക്ഷെ ഇടക്കിടക്ക് ഇത്തിരി പ്രശ്നമാണ്. വന്നപ്പോ തൊട്ട് പ്രശ്നമാണ്. ഒരു അറ്റംപ്റ്റ് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഉദ്ദേശം? എന്തെങ്കിലും ചെയ്യണം. നിന്റെ അടുത്ത് വല്ല ഐഡിയ ഉണ്ടാ? അമ്മേനെ ഒതുക്കാനാ? നാട്ടുകാർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, പിന്നെയാണ് ഞാൻ. അയ്യോ, അത്രയ്ക്ക് പ്രശ്നമാണോന്ന് ചോദിച്ചാ വെറുതെ പേടിപ്പിക്കണ്ടെന്ന് പറയണ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട്. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടില് ബാപ്പയും ഞാനേ ഉള്ളൂ. ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അയ്യോ. വേറെ ആരുമില്ല, ഒറ്റ വാപ്പയും ഒറ്റ മോളും. ആ വാപ്പാനിട്ടുണ്ടാണ് എന്റെ കൂടെ ഇറങ്ങിപ്പോന്നേങ്ങ. എങ്ങനത്തെ? എനിക്കിപ്പോഴും മനസ്സിലാണല്ലോ ഈ അമ്പിളിയേട്ടന്റെ കൂടെ എന്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്ന. ഭാഗ്യം ചെയ്തവളാണ് ഇവള്, എന്നെ കിട്ടിയല്ല. പിന്നെ ഭയങ്കരമാണല്ല. കുമാരി വന്നായി. നിങ്ങളിവിടെ ഒന്ന് മിണ്ടിയും പറഞ്ഞില്ലേ? ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. ഞാൻ ഇവിടെ വന്നേ പിന്നെ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. വായിക്കാൻ പുസ്തകം എന്തെങ്കിലും വേണോ? പുസ്തകം കൊടുക്ക്. അമ്മായിയമ്മനെ ഒതുക്കാൻ 1001 വഴികൾ എന്നുള്ള പുസ്തകം. അയ്യടാ പാടുന്നു. അതെ, വന്നിച്ചു കുടിക്കട്ടെ. ആരാ ആദ്യം ഇഷ്ടന്ന് പറഞ്ഞ? അമ്പിളിക്ക. പിന്നെ അങ്ങനെയല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റിന്റെ അവിടെ അമ്പിളിക്ക എപ്പോഴും വന്നിട്ട് കേബിൾ ഊരിയിടുന്ന്. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എപ്പോഴും കേബിൾ കട്ടാണോ എന്ന് ചോദിക്കും. അപ്പൊ ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തിനാ വരുന്നേന്നുള്ളത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ ഞാനങ്ങ് I love you പറഞ്ഞു. ദേഷ്യത്തിലാ? എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഇറങ്ങിപ്പോന്നേന്നാണ്. ഇപ്പോഴും അമ്പലത്തിൽ പോണെങ്കിൽ എനിക്ക് വീട്ടിൽ ചോദിക്കണം. ഇനിയിപ്പോ ധൈര്യമായില്ലേ? എന്ത്? ഞങ്ങളെ കണ്ടുപിടിച്ചില്ലേ? ചെറിയ ആളല്ലല്ലേ ഇപ്പ. ഈ കഴിവൊക്കെ മതി ജാൻസി റാണിയമ്മരിക്കാൻ. ചെല്ലങ്ങോട്ട്. എനിക്കൊരു സാവകാശം എടുക്കും. എല്ലാം അറിയാലേ ഇപ്പ. അമ്പിളിക്ക് എനിക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഈ അമ്പിളിച്ചേട്ടന്റെ കൂടെ പോകുന്നതെന്നാണ്. സമ്മതിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് എപ്പോ എത്തി? ഇന്നലെ രാത്രി വന്നു. അവിടെ എന്തായിരുന്നു പരിപാടി? അത് പുതിയ മണവാട്ടി കാണാൻ പോയതാ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. നല്ല ഐശ്വര്യത്തിന്റെ കൂടുതലുണ്ടാ. വന്ന് കേറിയ ഉടനെ ഒരുത്തൻ കോണിപ്പടി വന്ന് വീണ് കഴുത്താണ്ട് ഉളുക്കി. മറ്റവനത് വയറിളക്കി കിടക്കണം. ഇനി എന്തൊക്കെ അനർത്ഥങ്ങളാണ് അവ ഉണ്ടാവാൻ പോണത്. ഐശ്വര്യം ഇവിടെ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. വലിയ അടുപ്പത്തിനൊന്നും പോണ്ട. സ്വന്തം തന്തേനെ ഉപേക്ഷിച്ച് വന്നോളാം. അവളുടെ കൂടെ കൂടിയാ നീയും വഴുതിട്ടുള്ളൂ. ഞാനെന്ത് അങ്ങനെയല്ലല്ലോ. പറഞ്ഞേ ഉള്ളൂ. പോട്ടെ.
എല്ലാം കിട്ടിയോടാ? എല്ലാം കറക്റ്റ് അളവിന് കിട്ടി. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഒരു പ്രത്യേക ഉത്സാഹം? മരുമകൾക്ക് ഡ്രസ്സ്, മോന് ഡ്രസ്സ്. അതെ, ആ പെങ്കൊച്ചിനെ കണ്ടിട്ടൊരു പാവാന്ന് തോന്നടാ. പാവാണല്ലേ? അതുകൊണ്ടാ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എനിക്ക് തോന്നിയത്. നന്നായി, അത് നന്നായി. അവനുമൊന്നുമില്ല, അവന് പണിക്ക് പോകുന്നെങ്കിലും അവനൊന്നും മേടിക്കാറില്ല. എന്നാ രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കോട്ടെ വിചാരിച്ചു. നന്നായി അളിയ. ഇനി അളിയെ എത്ര കഥ വേണമെങ്കിലും എഴുതിക്കോ, ഞാൻ സഹിച്ചോളാം. അല്ല, ഞാൻ വായിച്ചോളാം. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി പരിപാടി എന്ന് വെച്ചാലാ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാക്കണം. ഇനിയും പ്ലാനിങ്ങോ? പറയട്ടെ, നീ പറയുന്നവണ് മനസ്സിലാക്കുന്ന തഞ്ചത്തെ. ഞാൻ ഈ സാധനമായിട്ട് എൻ്റെ മുറി പോയിരിക്കും. ഈ സമയത്ത് നീ എന്താണെന്നറിയാവോ? നേരെ അമ്പിളിയും പെണ്ണിനെയും കൂടെ എൻ്റെ മുറിയിലേക്ക് കൊണ്ടിരുത്തണം. അത് ഞാൻ കൊണ്ടുവരാം. അതിപ്പോ അല്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ അല്ല, ഈ സമയത്ത് ചേച്ചിയെങ്ങാനും കണ്ടെന്ത് ചെയ്യും? ഓ, നിനക്കറിയാമല്ലോ ഇവിടെ സ്വഭാവം. അതാ പറയണ. കസർത്ത് കുറെ കാണിക്കും, ഇവിടെയൊക്കെ കിടന്ന് മറിഞ്ഞ് സർക്കസ് കുറെ കാണിക്കും. അറിയാമല്ലോ ഇവിടെ സ്വഭാവം. എന്ത് ചെയ്യും അതിന്? അത് പറ. അവള് കാണരുത്. പറയട്ടെ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അതിനൊരു ഈ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവൾ ആ ഭാഗത്തും കൂടെ കാണാൻ വന്നെന്ന് കണ്ടാൽ നീ എനിക്കൊരു സിഗ്നൽ തരണം. സിഗ്നൽ? എന്ത് സിഗ്നൽ? പറയാം. സിഗ്നൽ എന്ന് പറയുമ്പോ ആടിന്റെ ശബ്ദം ഉണ്ടല്ലോ. അയ്യോ, ഇത് ഏത് നാട്ടിലാണത്? അതൊന്നും എനിക്ക് അറിയില്ല അളിയ. അത് അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ പൂച്ചയുടെ ശബ്ദം മതിയടാ. മേവൂ. ആടും പൂച്ചയും കൂടിയാ മേവും? ഇതൊന്നും നടക്കണ കാര്യമല്ല. വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അല്ലാതെ പറയാൻ പറയുന്നില്ല. എടാ, മുള്ളംപന്തിയുടെ. മുള്ളംപന്തിയോ? അളി എന്തുദ്ദേശം? എന്നെ മിമിക്രി പഠിപ്പിക്കാൻ നടക്കണോ അപ്പൊ? അതെ, ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ചേച്ചി എങ്ങാനും വരണ കണ്ട അളിയാന്നും പറഞ്ഞ് ഞാൻ ഉറക്ക വിളിക്കാം. മതി. ഓക്കെ, അങ്ങനെ നീ വിളിച്ചാ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും. ആയിക്കോട്ടെ. ആ വിളിയില് കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. സമയത്തിന് വിളിക്കണേ. അതൊക്കെ ഞാൻ വിളിച്ചോളാം. ആ വിളിക്കണ സമയത്ത് അളിയാന്ന് വിളിക്കുമ്പോ എന്താടാ ഭംഗി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കാന്ന് കരുത്. അതില് മനസ്സിലാക്കണം ചേച്ചി വരണുണ്ടെന്ന്. ഓടാ അവിടുന്ന്. ഞാൻ അത്രയും വേണ്ടതൊന്നും അല്ല. അല്ല, ഞാൻ പറഞ്ഞാണ്. ചിലട്ടെ എന്നാ കേൾക്കണേ. ബില്ലൊന്നും വേണ്ടടാ. എന്തൊക്കെ ആക്കി തീർക്കോ? എവിടെ പോയി കിടക്ക? വരണ്ടല്ലോ. നടക്കാൻ നോക്കി. ഒന്ന് വേഗം വായന്റെ ദീപ്തി. ഒരു ആവശ്യത്തിനല്ലേ വിളിക്കുന്നേ? എന്നാടി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങനെ ആടി തൂങ്ങിയാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഇതിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ, പൈസ വല്ലതും വേണോ? പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതല്ല, നീ നിന്റെ ഫോണിൽ നിന്ന് അനന്തേട്ടനെ ഒന്ന് വിളിച്ചേ. എന്റെ ഫോണിൽ നിന്നോ? അതെന്താ, നിന്റെ ഫോണിൽ ബാലൻസ് ഇല്ലേ? എടി, ബാലൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ഈ നമ്പറിൽ നിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതെന്താ വിളിക്കാൻ പറ്റാത്ത? ഇന്നലെ അനന്തേട്ടനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനും അനന്തേട്ടൻ അനിയനാ ഫോൺ എടുത്തത്. പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല അധികം. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അനന്ത സാറല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്തോ വയറ്റുവേദനയായിട്ട് അനന്തേട്ടൻ കിടക്കാന്ന് പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനും പറ്റിയില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി ഈ നമ്പറിൽ നിന്ന് എനിക്ക് വിളിക്കാനും പറ്റത്തില്ല. കഷ്ടകാലത്തിന് ഇനി എങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അനിയന്മാരാരേലും ആണ് ഫോൺ എടുക്കുന്നത്. പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാകും. വെറുതെ എന്തിനാ? എന്നാ പിന്നെ നിനക്ക് നിന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചൂടെ? അമ്മയുടെ ഫോണിൽ നിന്ന്. അതിൽ നല്ല നേരം ഞാൻ കൊട്ടിലപ്പാട്ടേക്ക് ചെല്ലുന്നതാണ്. നിനക്ക് നിന്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ പറ്റുമോ? ഞാനോ? നിന്റെ നമ്പർ ആകുമ്പോ അനന്തേന്റെ ഇല്ലല്ലോ, അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചിട്ടിപ്പോ എന്ത് പറയാനാ? നീ അനന്ത സാറുണ്ടോന്ന് ചോദിച്ചു വിളിക്കണം. എന്തായാലും അനിയന്മാരാരെങ്കിലും ഫോൺ എടുക്കുള്ളൂ. സർവേയുടെ ആവശ്യത്തിന് വിളിക്കാന്നപ്പോ പറഞ്ഞാൽ മതി. അപ്പൊ എന്തായാലും പറയുമല്ലോ മേലാതിരിക്കുവാണെങ്കിൽ. അപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, ഇപ്പൊ എങ്ങനെയുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നീ ഒന്ന് ചോദിച്ചാൽ മതി. അത് നീ എന്നിട്ട് എന്നോട് പറയണം. കാര്യം എത്രയേ ഉള്ളൂ. ഫോണിങ്ങിതാ. എന്താ സുഖം? റിങ്ങിന്ന്. ഹലോ,
ഞാൻ സർവേ സംബന്ധമായ കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാ. ആ ചോദിച്ചോളൂ. അനന്ത സാറിന്റെ തൂറ്റല് മാറിയോ? എന്താണ്? അനന്ത സാറിന്റെ തൂറ്റല് മാറിയോന്ന്. ഇതാണോ നിങ്ങളുടെ സർവേ സംബന്ധമായിട്ടുള്ള ചോദ്യം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാണ്? ഇത് അനന്ത സാറാണോ? നിങ്ങൾ ആരാണ്? ഹലോ വഴക്ക് പറയുന്ന ഹലോ ഹലോ എന്തേട്ടാ? ഹലോ 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 എന്തേട്ടാ, ഞാൻ ദേവികയാ. ആ എന്താ ദേവികേ? ഇതാരാ മറ്റത്? അത് നമ്മുടെ അയലത്തെ ദീപ്തി. അല്ല അനന്തേട്ട എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴത്തേനെ അമ്പിളിയെ ഫോൺ എടുത്തത്. ആ എന്നിട്ട്? അപ്പത്തേനും ഞാനും ചോദിച്ചു അനന്ത സാർ എന്തിയെ സർവേയുടെ ആവശ്യത്തിന് വേണ്ടി വിളിക്കാന്ന്. അപ്പൊ പറഞ്ഞു അനന്തേട്ടൻ ബോധം കെട്ട് കിടക്കാണ്, വയറിളക്കം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റിയിടാ? അത് ഫുഡ് പോയിസണോ അങ്ങനെ എന്തോ ആണ്. ആണോ? അവന്റെ തലകറക്കൊക്കെ മാറിയോ? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഇതൊന്ന് വിളിച്ച് പറഞ്ഞൂടെ എന്നോട്? ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോഴാണ് നിന്നതൊക്കെ വിളിച്ച് പറയേണ്ടത്. ചൂടുകളൊക്കെ കുടിക്കണം കേട്ടോ. ആ കുടിക്കാം. ശരി ശരി ശരി, ഞാൻ വിളിച്ചോളാം. അതെ ഹലോ ഹലോ എന്തായി? ഏതായി? ആണോ? താങ്ക് യു. ശരി എന്നാ. അതെ, പോകുമ്പോ ഞാൻ ഒരു മൂട് ചേമ്പ് എടുക്കണ്ട കേട്ടാ. ചേമ്പ്. ആ ശരി, എടുത്തോ. ഒരു ഫോൺ കോളിന് ഒരു മൂടി ചെയ്യുമ്പോ ചെറുത് നോക്കി. അതെടുത്തോ. മറ്റേതായിട്ടില്ല. വലുതേ തന്നെ പിടിച്ചതുണ്ട്. അന്ന് എനിക്കറിയില്ല. വാ അവിടെ പറയും. കാര്യം എന്താന്ന് ചെന്ന് ചോദിച്ചൂടെ? അച്ഛൻ വിളിച്ചേക്കല്ലേ? രണ്ടാളോട് ചെല്ലാൻ പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് സസ്പെൻസ് ഒന്നും ചെന്ന് ചോദിക്കേ. അച്ഛാ വാ മോളെ, കയറി വാ. എന്താ അച്ഛാ വിളിപ്പിച്ചത്? പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചതേ, അമ്മ അറിയാതെ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മ അറിയാനുള്ള പ്രശ്നം അറിയാമല്ലോ, പക്ഷേ വലിയ വില കൂടിയൊന്നും അല്ല കേട്ടോ. പിന്നെ അമ്മ അറിഞ്ഞ വലിയ വിഷയം ഉണ്ടാക്കും. മോക്കറിയാമല്ലോ, മോനും അറിയാമല്ലോ. അവൾ വലിയ എടുത്തിയാട്ടക്കാരിയാണ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ മാറുകയും ചെയ്യും. പക്ഷേ അച്ഛന് യാതൊരു പ്രശ്നവുമില്ല. അമ്മേനെ ചെറിയൊരു പേടി അത്രേ ഉള്ളൂ. പിന്നെ മോള് നോക്കിയും കണ്ടുമൊക്കെ നിന്നാൽ മതി കേട്ടോ. വേണ്ടിയിരുന്നില്ല അച്ഛാ ഈ പൈസ ഇല്ലാത്ത സമയം. അത് കുഴപ്പമില്ലടാ, എൻ്റെ ഒരു ആഗ്രഹമല്ലയോ. എന്നാ ഇത് മോനിരിക്കട്ടെ. നോക്കണം. അയ്യോ, അനുഗ്രഹം മേടിച്ച നന്നായി. വലിയ നാടക എഴുത്തുകാരനാണ്. മോള് നീ നാടകം കാണാൻ പോകുന്നതല്ലേ ഉണ്ടല്ലേ? അച്ഛൻ്റെ നാടകം കാണാനേ. അവൾക്ക് ഭയങ്കര പേടി. അച്ഛനും അമ്മയൊന്നും മിണ്ടണില്ല, എല്ലാവരും അടുപ്പി. ഞാൻ പറഞ്ഞൊക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. മോനെ, അവിടെ മുമ്പ് വെച്ച് എനിക്ക് ഇവളോട് വല്ല സ്നേഹം വല്ലതും കാണിക്കാൻ പറ്റുമോ? അച്ഛൻ ഒരു കലാകാരനല്ലേ, എനിക്ക് യാതൊരു വിഷമമില്ല. ഞാൻ നിന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നതിൽ സ്നേഹിച്ച് വിളിച്ചോണ്ട് വന്നല്ലേ ഇവിടെ. ഇത് അച്ഛൻ ചാടിച്ചോണ്ടെന്ന പോലെ ആവൂല. ഇവള് ആള് നല്ലവളാണ്. എന്താടാ? എന്താ അളിയനെ വിളിക്കുന്നത്? അല്ല, ഈ മകനില് വിള്ളലുണ്ടോ? ഇല്ലല്ലോ. അടാ അത് പെയിന്റ് പോയതാടാ. അല്ലാതെ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കിയേ. എന്തൊക്കെ ഈ കാണുന്നത്? നോക്കിയേ ചേച്ചി, നോക്കിയേ. നോക്കട്ടെ, അങ്ങോട്ട് നോക്ക്. ഒന്നും കാണുന്നില്ലല്ലോ. കാണാണ്ടോ? ഇല്ല. അങ്ങോട്ട് നോക്കി, ശരിക്കും ഉള്ളിലേക്ക് നോക്ക്. അവിടെ എന്താ തിരിച്ചായോ? പോയി. പാടി അല്ലേ? ഇതെന്ത് പാടിയത്? എന്തൊക്കെയുണ്ട് സീതാലക്ഷ്മി പിന്നെ വിശേഷങ്ങളൊക്കെ? 5-6 കൊല്ലായി കണ്ടിട്ടും തോന്നുമല്ലോ ചോദ്യം കേട്ടാല്.
അവരെന്തിനാ ഇവിടെ വന്ന്? ആര്? അമ്പിളിയും മറ്റു പെണ്ണും. അമ്പിളിയും പെണ്ണു? അമ്പിളി അതെന്തോ അമ്പിളിയും പെണ്ണു? അയ്യോ എൻ്റെ ബലരാമേട്ടോ, അവരിവിടുന്ന് ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടതാ. അയ്യോ അതാണോ? എന്റെ തീരെ എടി, അവര് രണ്ടുപേരുടെ വന്നേന്തിനാന്നറിയോ? എന്റെ അനുഗ്രഹം മേടിക്കാൻ വന്നതാ. എന്നിട്ട് ഞാൻ കൊടുക്കുമോ? ഞാൻ കൊടുത്തില്ല. പോയതിൽ പണിയുണ്ടാക്കാൻ പറഞ്ഞു. ഓ എൻ്റെ പൊന്നോ ബലരാമേട്ടാ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവിടെ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. എന്താ കള്ളത്തിന്? നീ എന്തോ പറയുന്നത്? എന്തുവാ? ഇതെന്താ? ഇതെന്തുവാ? എന്നോടാണോ ചോദിക്കുന്നേ ഇതെന്തോന്ന്? അതാ ഞാനും ചോദിക്കുന്നത്. നീ എന്തോന്ന് ചോദിച്ചാ എന്തോന്ന് എനിക്കെങ്ങനെ അറിയാവുന്നു? ഇതേ കുപ്പായം കൊണ്ടുവരുമ്പോ കിട്ടുന്നതാ. ആരാ നിങ്ങക്ക് ഡ്രസ്സ് മേടിച്ചെന്നേ? അവര് നിങ്ങക്ക് ഡ്രസ്സ് മേടിച്ചെന്നോ? എനിക്കെന്തിനാ ഡ്രസ്സ്? ആര് മേടിച്ചറിയാനാ എനിക്ക്? വല്ലമേട്ട സത്യം പറ, ഇതെങ്ങനെ ഈ മുറി വന്ന്? അത് ഞാനും ചോദിക്കുന്നത് അതാ. ഇത് എങ്ങനെ ഈ മുറിക്കകത്ത് വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ആരും ഞാൻ ഇവിടെ ഇരിക്കുമ്പോ വന്ന് കയറിയില്ലല്ലോ, പിന്നെ ആരാ ഇത്? അതെ, നാടകം തട്ട് കയറുമ്പോ മതി. നിങ്ങളെ ഞാൻ ഇന്നൊന്നിലെ ഒന്നും അല്ലല്ലോ കാണാൻ തുടങ്ങിയത്, കുറെ കാലമായല്ലോ. അഭിനയിക്കല്ലേ എന്റെ അടുത്ത്? എന്താ എടീ, ഇത് ആരും കൂടെ വന്നില്ലെന്ന്? ഇത് അവര് കൊണ്ട് തന്നാണോ അല്ലയോ? അതാ എനിക്ക് അറിയേണ്ടത്. അല്ല. അമ്മേ എന്താടാ? ഓ ഇതെന്താ ദേഷ്യത്തില്? മനുഷ്യ അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുക ഇവിടെ. എന്താ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? അപ്പൊ അത് തന്നെയല്ലേ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ആരാ ഡ്രസ്സ് മേടിച്ചത്? അതന്നെ ഞാനെന്താ അതുണ്ടാ 2 ചുരിദാറും 2 പാൻറ്റൊക്കെ വാങ്ങിയിട്ടല്ലോ. അപ്പൊ എനിക്കൊന്നും വാങ്ങിയില്ല അമ്മേ. ഇത് നിനക്ക് എവിടുന്ന കിട്ടി? ഇത് പങ്കിയമാവും മുറ്റത്ത് കളയണുണ്ട്. പങ്കി മതി. ആഹാ